Hello friends, FOOD4 പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഷവർമയാണ്. ഷവർമ ഉണ്ടാക്കാൻ എന്തിനാണ് കുർക്കുറെ പാക്കറ്റ് ഒക്കെ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി സ്പെഷ്യൽ കുർക്കുറെ ഷവർമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ രണ്ട് ഫ്ലേവർ എടുത്തിരിക്കണം. ഒന്ന് നോട്ടി ടൊമാറ്റോ പിന്നെ ഹൈദരാബാദി ഹംഗാമ. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം അല്ലേ? അപ്പോൾ പൊടിക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഇതിൻ്റെ എയറൊക്കെ ഒന്ന് കുത്തി വിടാം. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ കുർക്കുറെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് കൊട്ടാം. ഫ്രണ്ട്സ്, നമ്മളിവിടെ വേവിച്ചെടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് വേവിച്ചെടുത്താണ്, ഉപ്പും. അപ്പോൾ നമുക്ക് ഇതിനെ എല്ല് മാറ്റിയിട്ട് ഇതിൻ്റെ ചിക്കൻ്റെ പീസ് മാത്രം എടുത്തിട്ട് നമുക്ക് ഷവർമ സെറ്റാക്കാം. ചിക്കൻ വേവിച്ചാൽ മാത്രമേ നമുക്ക് എല്ലിന്ന് പെട്ടെന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അല്ല വെച്ചാൽ ഒരു പെടാപ്പാട് പെടും. ചിക്കനൊക്കെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഗൾഫിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ചക കട്ട് ചെയ്തിട്ട് ഇടാല്ലേ. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുരുമുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഈ കുബൂസിലാണ് ഇന്ന് ഷവർമ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കുബൂസ് എങ്ങനെ ഉണ്ടാക്കണം അറിയണമെങ്കിൽ നമ്മുടെ സജഷൻ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് പ്രോസസ്സിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ, നമുക്ക് ആദ്യം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഷവർമേൻ്റെ മെയിൻ മയോണൈസ് അല്ലേ? മയോണൈസ് എടുത്തിട്ട് നമുക്കിങ്ങനെ റോൾ ചെയ്യാം. റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ട് പീസാക്കാം. നമ്മൾ ആദ്യം കടലമാവിൽ മുക്കിയെടുത്തിട്ട് കുറച്ച് മാവൊക്കെ പോട്ടെ. അതിനുശേഷം നമുക്ക് കുർക്കുറയിൽ ഫുൾ ഫില്ല് ചെയ്യാം. അതെടുത്ത് ആദ്യം ഈ ചിക്കൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ മയോനൈസ്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്യാം.
2 പീസാക്കാം. നമ്മുടെ കുർക്കുറെ ഷവർമ വറുത്തെടുക്കാനായിട്ട് നമുക്ക് ഈ ചീഞ്ചട്ടി വെക്കാം. ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ കുർക്കുറെ ഷവർമ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഷവർമ അങ്ങനെ വറുത്തെടുക്കുന്നത് ആദ്യമായിട്ടാണല്ലേ? ഒരു വ്യത്യാസമായ രുചിയായിരിക്കും. നമുക്ക് നോക്കാം. എന്താ ഒന്നല്ലേ. അപ്പോൾ ഇത് അധികം നേരമൊന്നും ഇത് വേവിച്ചെടുക്കാൻ ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ വേവിച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം പുറത്തൊക്കെ ഒന്ന് നന്നായി മാവൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മളൊരു ഷവർമ റെഡി. നല്ല മഴയുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ കുർക്കുറെ ഷവർമ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു 6 ഷവർമ ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കി നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട് നമ്മളെ സഹായിക്കാൻ വന്നവർ. അപ്പോൾ അവർ ഇന്ന് ആ ബാക്കി ഷവർമ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല മഴയുണ്ട്, അതുപോലെ തന്നെ ഇരുട്ടാവാനായിട്ടുണ്ട് ഏകദേശം. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഒരു 6 എണ്ണം എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ എത്തിയതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് മയോണൈസ് മുക്കിയിട്ട് ക്രഞ്ചി ഉണ്ട് അല്ലേ? അടിപൊളി, ഒന്നും പറയണ്ട. നമ്മളിവിടെ മയോനൈസും അതുപോലെ തന്നെ ബർഗർ സോസും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല മഴയുണ്ട്, നമുക്ക് പെട്ടെന്ന് കഴിക്കാല്ലേ. ഫ്രണ്ട്സ്, ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ മാത്രമേ ഞങ്ങൾ ഇടുന്നതെല്ലാം നിങ്ങൾക്ക് ചാട്ടപ്പട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ അവിടെ ഈ മഴയത്ത് സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി റെസിപ്പിയായി അടുത്ത വീഡിയോയിൽ കാണാം.